ലോകത്തിലെ പ്രമുഖ OTT പ്ലാറ്റ്ഫോംസ്, TV ബ്രോഡ്കാസ്റ്റേഴ്സ്, അഡ്വർടൈസിംഗ് കമ്പനികൾ ഇവർക്കെല്ലാം പൊതുവായി ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം വേണമെന്നറിയാം. അത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആ കമ്പനിയാണ് അമാഗി മീഡിയ ലാബ്സ് ലിമിറ്റഡ്. ഒറ്റ നോട്ടത്തിൽ ഒരു മീഡിയ കമ്പനി എന്ന് തോന്നാം. പക്ഷേ അമാഗി സിനിമകൾ നിർമ്മിക്കുന്നില്ല, ടെലിവിഷൻ ചാനലുകൾ നടത്തുന്നുമില്ല. പകരം ബ്രോഡ്കാസ്റ്റേഴ്സ്, OTT പ്ലാറ്റ്ഫോംസ്, കണ്ടന്റ് ഓണേഴ്സ് എന്നിവർക്കായി AI പവേർഡ് ക്ലൗഡ് SaaS പ്ലാറ്റ്ഫോം ഒരുക്കുന്നു. ഇന്ന് ലോകത്തെ ടോപ്പ് 50 മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കമ്പനികളിൽ ഏകദേശം 45% അമാഗിയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പേഴ്സ് അല്ല. മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ പ്രകാരം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയുടെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റിമറിക്കുമെന്നാണ്. ഈ AI റെവല്യൂഷന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസിൽ ഒന്നായി അമാഗി മീഡിയ ലാബ്സ് മാറുമോ? വിശദമായി പരിശോധിക്കാം കമ്പനിയുടെ ബിസിനസ് മോഡൽ, ഫിനാൻഷ്യൽ പെർഫോമൻസ്, AI സ്ട്രാറ്റജി, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, റിസ്കുകൾ എന്നിവ. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. അമാഗിയുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കാൻ ആദ്യം ഒരു ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണം. ഒരു കണ്ടന്റ് വ്യൂവേഴ്സിലേക്ക് എത്തുന്നതിന് മുൻപ് നിരവധി സ്റ്റേജസ് ഉണ്ട്. കണ്ടന്റ് തയ്യാറാക്കണം, ഗ്രാഫിക്സ്, സബ്ടൈറ്റിൽസ്, അഡ്വർടൈസ്മെന്റ് എന്നിവ ചേർക്കണം. പിന്നീട് വിവിധ പ്ലാറ്റ്ഫോംസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഒടുവിൽ അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യണം. വർഷങ്ങളായി ഈ പ്രോസസ്സ് മുഴുവൻ എക്സ്പെൻസീവ് ഹാർഡ്വെയറും നിരവധി ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റവും ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഇവിടെയാണ് അമാഗിയുടെ റോൾ. ഈ സങ്കീർണമായ മുഴുവൻ വർക്ക് ഫ്ലോയും ക്ലൗഡിലേക്ക് മാറ്റി ഒരൊറ്റ പ്ലാറ്റ്ഫോം വഴി മാനേജ് ചെയ്യാൻ മീഡിയ കമ്പനികളെ സഹായിക്കുകയാണ് അമാഗി ചെയ്യുന്നത്. ബിസിനസ് പ്രധാനമായും 3 സെഗ്മെന്റ്സിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തേത് സ്ട്രീമിംഗ് യൂണിഫിക്കേഷൻ. റവന്യൂവിന്റെ ഏകദേശം 57% ഈ സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. ക്ലൗഡ് പ്ലേ ഔട്ട്, ചാനൽ ഷെഡ്യൂളിംഗ്, മീഡിയ അസറ്റ് മാനേജ്മെന്റ് എന്നിവയാണ് ഈ ഡിവിഷന്റെ പ്രധാന സർവീസസ്. രണ്ടാമത്തേത് മോണിറ്റൈസേഷൻ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. റവന്യൂവിന്റെ ഏകദേശം 24% ഈ ബിസിനസ്സിൽ നിന്നാണ് വരുന്നത്. തണ്ടർസ്റ്റോം പ്ലാറ്റ്ഫോം വഴി OTT പ്ലാറ്റ്ഫോംസ്, ഫാസ്റ്റ് ചാനൽസ് എന്നിവയിൽ പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിംഗ് സൊല്യൂഷൻസ് നൽകുന്നതാണ് ഈ സെഗ്മെന്റ്. മൂന്നാമത്തേത് ക്ലൗഡ് മോഡേണൈസേഷൻ. റവന്യൂവിന്റെ ഏകദേശം 19% ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ട്രഡീഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സിനെ ക്ലൗഡ് ബേസ്ഡ് ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ ടെക്നോളജി സൊല്യൂഷൻസ് കമ്പനി നൽകുന്നു. ഇനി അമാഗിയുടെ റവന്യൂ മോഡൽ നോക്കാം. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്തുകളിൽ ഒന്ന് റെക്കറിംഗ് SaaS ബിസിനസ് മോഡലാണ്. പല ട്രഡീഷണൽ മീഡിയ കമ്പനികളുടെയും റവന്യൂ അഡ്വർടൈസിംഗ് മാർക്കറ്റിനെയും കണ്ടന്റ് എത്രത്തോളം സക്സസ് ആണെന്നതിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ അമാഗി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ബ്രോഡ്കാസ്റ്റേഴ്സ് അമാഗിയുടെ ക്ലൗഡ് പ്ലേ ഔട്ട് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് എല്ലാ മാസവും ഫിക്സഡ് സബ്സ്ക്രിപ്ഷൻസ് ഫീ നൽകും. അതോടൊപ്പം കണ്ടന്റ് പ്രോസസ്സിംഗ്, ക്ലിപ്പിംഗ്, ഓൺ ഡിമാൻഡ് സർവീസസ് പോലുള്ള പ്രൊഡക്റ്റിൽ പ്ലാറ്റ്ഫോം എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചുള്ള യൂസേജ് ബേസ്ഡ് റവന്യൂവും കമ്പനിക്ക് ലഭിക്കുന്നു. ഇനി അഡ്വർടൈസിംഗ് ബിസിനസ് നോക്കിയാലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഡെലിവർ ചെയ്യുന്ന ആഡ് ഇംപ്രഷൻസിന്റെ അടിസ്ഥാനത്തിലും അമാഗി റവന്യൂ നേടുന്നുണ്ട്. അതായത് ഒരേ കസ്റ്റമറിൽ നിന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ റവന്യൂ, യൂസേജ് ബേസ്ഡ് റവന്യൂ, അഡ്വർടൈസിംഗ് റവന്യൂ എന്നിങ്ങനെ പല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കമ്പനിക്ക് കഴിയുന്നു. ഇതാണ് അമാഗിയുടെ റവന്യൂ മോഡലിനെ കൂടുതൽ ശക്തമാക്കുന്നത്. മറ്റൊരു പ്രധാന സ്ട്രെങ്ത് ആണ് കമ്പനിയുടെ 3-sided മാർക്കറ്റ് പ്ലേസ്. ഇന്ന് 400-ലധികം കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, 350-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, 75-ലധികം അഡ്വർടൈസേഴ്സ് എന്നിങ്ങനെ അമാഗി ഒരേ എക്കോസിസ്റ്റത്തിലൂടെ കണക്ട് ചെയ്യുന്നു. കൂടുതൽ പാർട്ടിസിപ്പൻസ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ആ എക്കോസിസ്റ്റം എല്ലാവർക്കും കൂടുതൽ വാല്യുബിൾ ആകുന്നു. ബിസിനസ് ലാംഗ്വേജിൽ ഇതിനെ നെറ്റ്വർക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് പ്ലാറ്റ്ഫോം വളരുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജിയോഗ്രഫിക്കലി നോക്കിയാലും അമാഗി നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആണ്. കമ്പനിയുടെ റവന്യൂവിൽ ഏകദേശം 73% നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക റീജിയനിൽ നിന്നാണ് വരുന്നത്. ബാക്കി റവന്യൂ യൂറോപ്പ്, ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ റീജിയനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അമാഗി ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം ആശ്രയിക്കുന്ന കമ്പനിയല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ബിസിനസ് ഉള്ള ഒരു ഗ്ലോബൽ മീഡിയ ടെക്നോളജി കമ്പനി എന്ന നിലയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കിയാൽ റവന്യൂ ഗ്രോത്ത് മാത്രമല്ല, പ്രോഫിറ്റബിലിറ്റിയും ഇപ്പോൾ ശരിയായ ഡയറക്ഷനിലാണെന്ന് ഫിനാൻഷ്യൽ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നു. 2026 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 1506 കോടിയായി ഉയർന്നു. കഴിഞ്ഞ 5 വർഷമായി സെയിൽസ് ഏകദേശം 47% CAGR-ലും കഴിഞ്ഞ 3 വർഷമായി 30% CAGR-ലും വളർന്നിട്ടുണ്ട്.
ഏറെ വർഷങ്ങളായി ലോസിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി ഫിനാൻഷ്യൽ 2026 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പോസിറ്റീവായി മാറി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 50 കോടിയിലെത്തിയപ്പോൾ OPM 3% മെച്ചപ്പെട്ടു. നെറ്റ് പ്രോഫിറ്റും ഫിനാൻഷ്യൽ 2025 69 കോടി ലോസിൽ നിന്ന് 2026 ഫിനാൻഷ്യൽ ഇയറിൽ 72 കോടി പ്രോഫിറ്റിലേക്ക് തിരിച്ചെത്തി. ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിയാലും കഴിഞ്ഞ 2 പാദങ്ങളിലും കമ്പനി തുടർച്ചയായി പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെറും 0.02 മാത്രമാണ്. അതായത് കമ്പനിക്ക് വലിയ ഡെപ്റ്റ് ബർഡൻ ഇല്ല എന്ന് പറയാം. എന്നാൽ വാലുവേഷൻ നോക്കുമ്പോൾ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 174 പേയിൽ ട്രേഡ് ചെയ്യുകയാണ്. ഇൻഡസ്ട്രി പി ഏകദേശം 28 മാത്രമായതിനാൽ സ്റ്റോക്ക് പ്രീമിയം വാലുവേഷനിലാണ്. ROE 10.3%, ROC 8%. അതായത് ബിസിനസ് ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് എങ്കിലും റിട്ടേൺ റേഷ്യോസ് ഇനിയും കൂടുതൽ മെച്ചപ്പെടാനുണ്ട്. എന്നാൽ റവന്യൂ ഗ്രോത്ത് മാത്രം നോക്കിയാൽ അമാഗിയുടെ ഫിനാൻഷ്യൽ സൈഡ് മുഴുവൻ മനസ്സിലാകില്ല. കാരണം ഈ കമ്പനിയുടെ ഗ്രോത്ത് പ്ലാറ്റ്ഫോം എത്ര വലിയ സ്കെയിലിൽ പ്രവർത്തിക്കുന്നു, അതുപോലെ കസ്റ്റമേഴ്സ് എത്രത്തോളം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ അമാഗിയുടെ പ്ലാറ്റ്ഫോം വഴി 5,80,000 മണിക്കൂറിലധികം കണ്ടന്റ് പ്രോസസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 26 ബില്യണിൽ അധികം ആഡ് ഇംപ്രഷൻസ് വിവിധ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലേക്ക് ഡെലിവർ ചെയ്യുകയും ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിൽ അമാഗി ഇന്ന് എത്ര വലിയ സ്കെയിലിൽ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇത്. ഇനി കമ്പനിയുടെ ഇൻഡസ്ട്രി പൊസിഷൻ നോക്കാം. അമാഗി പ്രവർത്തിക്കുന്നത് ക്ലൗഡ് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജി എന്ന നീഷ് സെഗ്മെന്റിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ L&T ടെക്നോളജി, ടാറ്റ ടെക്നോളജീസ്, അഫിൽ 3i തുടങ്ങിയ ടെക്നോളജി കമ്പനികളുമായി കമ്പയർ ചെയ്യാറുണ്ട് എങ്കിലും അമാഗിയുടെ ബിസിനസ് മോഡൽ പിന്തുടരുന്ന ഡയറക്റ്റ് ലിസ്റ്റഡ് പെയർ നിലവിൽ ഇല്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ഹാർമോണിക്, ഇവേർട്സ് മൈക്രോസിസ്റ്റം, ബ്രോഡ്പീക്ക്, ഇമാജിൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ കമ്പനികളുമായാണ് അമാഗി മത്സരിക്കുന്നത്. എന്നാൽ അമാഗിയുടെ പ്രധാന പ്രത്യേകത തുടക്കം മുതൽ തന്നെ ഒരു ക്ലൗഡ് നേറ്റീവ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ വികസിപ്പിച്ചതാണ്. കണ്ടന്റ് പ്രിപ്പറേഷൻ മുതൽ ക്ലൗഡ് പ്ലേ ഔട്ട്, ഡിസ്ട്രിബ്യൂഷൻ, ഫാസ്റ്റ് ചാനൽ മാനേജ്മെന്റ്, അഡ്വർടൈസിംഗ്, മോണിറ്റൈസേഷൻ വരെ മീഡിയ വർക്ക് ഫ്ലോ മുഴുവൻ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കമ്പനിക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തെ ടോപ്പ് 50 മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കമ്പനികളിൽ 45% കമ്പനികളും അമാഗിയുടെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ ഗ്ലോബൽ മീഡിയ ടെക്നോളജി രംഗത്ത് കമ്പനി ശക്തമായ പൊസിഷൻ നേടിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി അമാഗിയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ചില ഫാക്ടേഴ്സ് നോക്കിയാൽ ആദ്യത്തേത് ലോകമെമ്പാടും നടക്കുന്ന ക്ലൗഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഷിഫ്റ്റ് ആണ്. ട്രഡീഷണൽ ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ഉപേക്ഷിച്ച് ബ്രോഡ്കാസ്റ്റേഴ്സ് ക്ലൗഡ് ബേസ്ഡ് ഓപ്പറേഷൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം വേഗത്തിലാകുന്നതനുസരിച്ച് അമാഗിക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാം. മറ്റൊരു പ്രധാന അവസരം കണക്റ്റഡ് ടിവിയും ഫാസ്റ്റ് ചാനൽസുമാണ്. ഫ്രീ ആഡ് സപ്പോർട്ടഡ് സ്ട്രീമിംഗ് ടെലിവിഷൻ അഥവാ ഫാസ്റ്റ് മീഡിയ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സെഗ്മെന്റുകളിൽ ഒന്നാണ്. സാംസങ് TV+, റോക്കു, പ്ലൂട്ടോ TV പോലുള്ള പ്രമുഖ പ്ലാറ്റ്ഫോംസുമായി ചേർന്ന് കണ്ടന്റ് ഓണേഴ്സിന് 24/7 സ്ട്രീമിംഗ് ചാനൽസ് ലോഞ്ച് ചെയ്യാനും മോണിറ്റൈസ് ചെയ്യാനും അമാഗി സഹായിക്കുന്നു. മറ്റൊരു സ്ട്രെങ്ത് കമ്പനിയുടെ നെറ്റ്വർക്ക് എക്കോസിസ്റ്റമാണ്. ഇന്ന് 400-ലധികം കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, 350-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, 75-ലധികം അഡ്വർടൈസേഴ്സ് എന്നിവരെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അമാഗി കണക്ട് ചെയ്യുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ പാർട്ടിസിപ്പൻസ് എത്തുന്നതനുസരിച്ച് നെറ്റ്വർക്ക് എഫക്ട് ശക്തമാകുകയും കസ്റ്റമർ റിട്ടൻഷൻ മെച്ചപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ കമ്പനിയുടെ കസ്റ്റമർ ബേസ് നോക്കിയാൽ റോക്കു, ലയൺസ് ഗേറ്റ് സ്റ്റുഡിയോസ്, ഡാസൺ, വിവോ, സിൻക്ലെയർ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ്, ദ ട്രേഡ് ഡെസ്ക് തുടങ്ങിയ പ്രമുഖ ഗ്ലോബൽ മീഡിയ കമ്പനികൾ ഇന്ന് അമാഗിയുടെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കമ്പനിയുടെ ടെക്നോളജി കേപ്പബിലിറ്റിയും എക്സിക്യൂഷൻ സ്ട്രെങ്തും വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാന സ്ട്രെങ്ത് ആണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട പ്രധാന റിസ്കുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം ടെക്നോളജി എക്സിക്യൂഷനാണ്. AI-യും ക്ലൗഡ് ടെക്നോളജീസും വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇത്. അതുകൊണ്ട് കോമ്പറ്റീറ്റീവ്നെസ് നിലനിർത്താൻ അമാഗി തുടർച്ചയായി പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിലും ഇന്നോവേഷനിലും നിക്ഷേപിക്കേണ്ടി വരും. മറ്റൊരു റിസ്ക് കസ്റ്റമർ കോൺസെൻട്രേഷൻ ആണ്. കമ്പനിയുടെ റവന്യൂവിന്റെ ഒരു പ്രധാന ഭാഗം വലിയ ബ്രോഡ്കാസ്റ്റേഴ്സിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും നിന്നാണ് വരുന്നത്. ഈ കസ്റ്റമേഴ്സിന്റെ സ്പെൻഡിങ് കുറയുകയോ പ്രധാന അക്കൗണ്ട്സ് നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് ഗ്രോത്തിനെ ബാധിച്ചേക്കാം. അടുത്തത് ഗ്ലോബൽ മാർക്കറ്റ് എക്സ്പോഷർ ആണ്. കമ്പനിയുടെ റവന്യൂവിന്റെ വലിയൊരു ഭാഗം ഓവർസീസ് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്, പ്രത്യേകിച്ച് അമേരിക്കാസ് റീജിയനിൽ നിന്ന്. അതുകൊണ്ട് ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ, മീഡിയ സ്പെൻഡിംഗിലെ മാറ്റങ്ങൾ, കറൻസി ഫ്ലക്ച്വേഷൻസ് എന്നിവ ബിസിനസ് പെർഫോമൻസിനെ ബാധിക്കാം. അവസാനമായി വാലുവേഷൻ റിസ്ക്.
ഹൈ ഗ്രോത്ത് സാസ് കമ്പനികളെ പോലെ അമാഗിയും ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പെക്ടേഷൻസ് അടിസ്ഥാനമാക്കിയാണ് പ്രീമിയം വാലുവേഷനിൽ ട്രേഡ് ചെയ്യുന്നത്. അതിനാൽ ഗ്രോത്തിലെ ചെറിയ നിരാശ പോലും സ്റ്റോക്ക് പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടും സ്ഥിരമായുള്ള ഗ്രോത്ത് ഡെലിവർ ചെയ്യുക എന്നത് കമ്പനിക്ക് പ്രധാനമാണ്. അമാഗിയുടെ ഏറ്റവും വലിയ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. മാനേജ്മെന്റ് പറയുന്നത് AI ഒരു പുതിയ ഫീച്ചർ മാത്രമല്ല, മുഴുവൻ മീഡിയ ഇൻഡസ്ട്രിയുടെ പ്രവർത്തന രീതി തന്നെ മാറ്റാൻ കഴിയുന്ന ടെക്നോളജിയാണെന്നാണ്. എല്ലാ കണ്ടന്റുകളും 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്: പ്രൊഡക്ഷൻ, പ്രിപ്പറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മോണിറ്റൈസേഷൻ. ഇതിൽ ഏറ്റവും വലിയ AI ഓപ്പർച്യൂണിറ്റി പ്രിപ്പറേഷൻ സ്റ്റേജിലാണെന്ന് കമ്പനി വിശ്വസിക്കുന്നു. ഇന്നൊരു മൂവിയോ TV പ്രോഗ്രാമോ ലൈവ് സ്പോർട്സ് ഇവന്റോ സ്ട്രീമിംഗിലേക്ക് എത്തുന്നതിന് മുൻപ് സബ്ടൈറ്റിൽസ്, മെറ്റാഡേറ്റ, ആർട്ട് വർക്ക്, മൾട്ടിപ്പിൾ ലാംഗ്വേജ് വേർഷൻസ് തുടങ്ങിയ നിരവധി ജോലികൾ മാനുവലായി ചെയ്യേണ്ടതുണ്ട്. AI ഉപയോഗിച്ച് ഈ പ്രോസസ്സുകളിൽ വലിയൊരു ഭാഗം ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. ഇതിനായി അമാഗി വികസിപ്പിക്കുന്നത് ഏജന്റിക് വർക്ക് ഫ്ലോസ് ആണ്. അതായത് കുറഞ്ഞ ഹ്യൂമൻ ഇന്റർവെൻഷൻസിൽ തന്നെ കോംപ്ലക്സ് ഓപ്പറേഷണൽ ടാസ്ക് നിർവഹിക്കാൻ കഴിയുന്ന AI സിസ്റ്റംസ്. മാനേജ്മെന്റിന്റെ കണക്കിൽ ഇതിലൂടെ കണ്ടന്റ് വിവിധ രാജ്യങ്ങളിലേക്കും ഭാഷകളിലേക്കും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്കും വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ കഴിയുമെന്നാണ്. അതുമാത്രമല്ല, ഭാവിയിൽ ബ്രോഡ്കാസ്റ്റേഴ്സിനും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിനും ഇടയിൽ കണ്ടന്റ് പ്രിപ്പറേഷൻ, കോംപ്ലയൻസ് വെരിഫിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ജോലികൾ പോലും AI ഏജന്റ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പൂർത്തിയാക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. AI അടിസ്ഥാനമാക്കി പേഴ്സണലൈസ്ഡ് ടെലിവിഷൻ, ലോങ് ഫോം കണ്ടന്റിനെ ഷോർട്ട് ഫോം വീഡിയോസ് ആക്കുക തുടങ്ങിയ പുതിയ മോണിറ്റൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും കമ്പനി കാണുന്നുണ്ട്. ഇത് AI ഹൈപ്പ് പിന്തുടരുന്നതിനേക്കാൾ ലോങ് ടേം എക്സിക്യൂഷനിലാണ് കമ്പനിയുടെ കൂടുതൽ ശ്രദ്ധ. അവസാനമായി ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. ക്ലൗഡ് നേറ്റീവ് സാസ് ബിസിനസ് മോഡൽ, റെക്കറിംഗ് റവന്യൂ, ഗ്ലോബൽ കസ്റ്റമർ ബേസ്, ശക്തമായ ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്നിവയാണ് കമ്പനിക്ക് കരുത്താവുന്നത്. അതോടൊപ്പം ക്ലൗഡ് ബ്രോഡ്കാസ്റ്റിംഗ്, കണക്റ്റഡ് TV, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലകളിലെ അവസരങ്ങളും കമ്പനിക്ക് അനുകൂലമാണ്. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മത്സരം ശക്തമാകുമ്പോഴും കമ്പനിക്ക് ടെക്നോളജി ലീഡർഷിപ്പ് നിലനിർത്താൻ കഴിയുമോ? AI അധിഷ്ഠിത സൊല്യൂഷൻസ് കൊമേഴ്സ്യൽ സ്കെയിലിൽ വിജയിക്കുമോ? റെക്കറിംഗ് റവന്യൂവും ഗ്ലോബൽ കസ്റ്റമർ ബേസും ഇതേ വേഗത്തിൽ വളരുമോ? പ്രീമിയം വാലുവേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഗ്രോത്തും എക്സിക്യൂഷനും മാനേജ്മെന്റിന് ഡെലിവർ ചെയ്യാനാകുമോ? അതുകൊണ്ട് മുന്നോട്ടുള്ള ഗ്രോത്ത് മാത്രമല്ല, ആ ഗ്രോത്ത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നതും നിർണായകമാണ്. ഓർക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയുള്ള അനാലിസിസ് മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറിനെ സമീപിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു സ്റ്റോക്കുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.